അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈമാനികമായ ആവേശം മഹാനായ നബിയുടെ വാക്കുകളിലും ദുആയിലും മാത്രമല്ല ഉണ്ടായിരുന്നത്. ബദറിൽ പങ്കെടുത്ത ഓരോ സ്വഹാബിയുടെയും മനസ്സിലുമുണ്ടായിരുന്നു. ഉമൈർ ബിനുൽ ഹുമാമിനെ റളിയല്ലാഹു അൻഹു ഉദാഹരിക്കാം. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശ്വാസികളായ തൻ്റെ സേനയുമായി അഭിമുഖ സംഭാഷണം നടത്തുകയായിരുന്നു. ഈ അധ്വാനത്തിന്, ഈ ശ്രമത്തിന്, ഈ ത്യാഗത്തിന് നിങ്ങൾക്ക് ആകാശഭൂമികളെക്കാൾ വിസ്തൃതമായ സ്വർഗമാണ് പ്രതിഫലം എന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. ആ വാക്കുകൾ കേട്ട് ഉമൈർ ബിനുൽ ഹുമാം നബിയുടെ അടുത്തേക്ക് വന്നു. നബിയെ, എന്താണ് താങ്കൾ പറഞ്ഞത്? ഒന്നുകൂടി ആവർത്തിച്ചാലും. നബി അള്ളാഹുവിൻ്റെ ദീനിനു വേണ്ടി പടപൊരുതുന്നവർക്ക് കിട്ടുന്ന മഹത്തായ പ്രതിഫലം പറഞ്ഞു. അപ്പോൾ അദ്ദേഹം ഉണങ്ങിയ കാരക്ക കൊറിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ്. അത് കേട്ടതും അദ്ദേഹം ആ കാരക്ക അവശേഷിക്കുന്നവ നിലത്തേക്കിടുകയും നേരെ യുദ്ധക്കളത്തിലേക്ക് ഇറങ്ങുകയും ചെയ്തു. ഓരോ സഹാബിയിലും ഇതുപോലെ വലിയ വൈകാരികമായ ഉത്തേജനം ഉണ്ടായിരുന്നു എന്നാണ്. യുദ്ധത്തിൻ്റെ രംഗങ്ങളിലേക്ക് വരാം. തുടക്കം അൽ അസ്വദ് ബിനു അബ്ദുൽ അസദ് എന്ന ഒരു മക്കക്കാരനിൽ നിന്നായിരുന്നു. വില്ലാളി വീരനായിരുന്ന അയാൾ ആക്രോശത്തോടെ വെല്ലുവിളിച്ചുകൊണ്ട്, ഞാൻ ടാങ്കിൽ നിന്ന് വെള്ളമെടുക്കുക തന്നെ ചെയ്യും എന്നു പറഞ്ഞ് മുന്നോട്ട് വന്നു. അതിനെനിക്ക് കഴിഞ്ഞില്ലെങ്കിൽ ഞാൻ ഈ ദൗത്യത്തിൽ വെള്ളത്തിൻ്റെ മുമ്പിൽ കിടന്ന് മരിക്കും എന്നയാൾ ശപഥം ചെയ്തു. അയാൾ മുന്നോട്ടാഞ്ഞതും ഹംസ റളിയല്ലാഹു അൻഹു എതിർത്തതും ഒരേ സമയമായിരുന്നു. മുന്നോട്ട് വരാൻ കഴിയാത്ത വിധം അദ്ദേഹം പരിക്കുകളോടെ വീണു. വീണിടത്ത് നിന്ന് അദ്ദേഹം ഇഴഞ്ഞിഴഞ്ഞ് മുസ്ലിമീങ്ങളുടെ ടാങ്കിന് നേരെ വന്നു. പക്ഷേ വെള്ളത്തിലേക്ക് കൈനീട്ടുമ്പോൾ അവിടെ വീണ്ടും ഹംസ റളിയല്ലാഹു അൻഹുവിൻ്റെ ഇടപെടലുണ്ടായി. ഇതൊന്നാമത്തെ രംഗമായിരുന്നു. ആ രംഗം കണ്ടതോടുകൂടെ ഖുറൈശികളുടെ കോപം 10 മടങ്ങായി പതഞ്ഞുയർന്നു. ഉടനെ അവരിൽ നിന്ന് 3 പേർ മുന്നോട്ട് ചാടി. അവരുടെ കൂട്ടത്തിലെ ഏറ്റവും വലിയ നേതാക്കന്മാർ ഉത്ബത്തും ഷൈബത്തും പിന്നെ വലീദും. മക്ക സൈന്യത്തിൻ്റെ ഏറ്റവും പ്രധാനികളായിരുന്നു ഈ 3 പേർ. ആ 3 പേർ വെല്ലുവിളിച്ചുകൊണ്ട് ദ്വന്ദ്വ യുദ്ധത്തിന് വേണ്ടി മുന്നോട്ട് വന്നു. അത് കണ്ടതും സഹാബിമാർ വിട്ടുകൊടുത്തില്ല. അവരിൽ 3 പേർ ചാടിയിറങ്ങി. അബ്ദുല്ലാഹി ഇബ്നു റവാഹ, മുഅവ്വിദ് ബിൻ ഹാരിസ്, ഔഫ് ബിൻ ഹാരിസ്, 3 പേരും. അവർ 3 പേരും മദീനക്കാരായിരുന്നു, അൻസാരികളായിരുന്നു. അവരെ കണ്ടതും മക്ക നേതാക്കന്മാർ ചോദിച്ചു, നിങ്ങൾ ആരാണ്? അവർ പറഞ്ഞു, ഞങ്ങൾ അൻസാരികളാണ്, ഞങ്ങൾ മദീനക്കാരാണ്. മക്ക നേതാക്കന്മാർ പറഞ്ഞു, ഞങ്ങൾക്ക് നിങ്ങളോടല്ല ഏറ്റുമുട്ടാനുള്ളത്. ഞങ്ങളുടെ ആൾക്കാരുണ്ടല്ലോ, അവരെ ഇറക്കി വിടൂ. നിങ്ങൾ ഞങ്ങൾക്കൊരിക്കലും അനുയോജ്യരല്ല. നിങ്ങളോട് യുദ്ധം ചെയ്യുകയല്ല ഞങ്ങളുടെ ലക്ഷ്യം. അത് കേട്ടതും മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരോട് 3 പേരോടും മടങ്ങാൻ പറഞ്ഞു. എന്നിട്ട് ഹംസ, അലി, ഉബൈദ റളിയല്ലാഹു അൻഹും 3 പേരോടും ആ 3 പേർക്കും മുമ്പിലേക്ക് ഇറങ്ങാൻ ആവശ്യപ്പെട്ടു. അവിടെ ദ്വന്ദ്വ യുദ്ധം തുടങ്ങി. അധിക സമയം നീണ്ടു നിന്നില്ല. മക്ക സൈന്യത്തിന് കരുത്തരായ 3 പേരുടെ പതനം നേരിൽ കാണേണ്ടി വന്നു. ആ കാഴ്ച അവരെ ഞെട്ടിച്ച് കളഞ്ഞു.
പിന്നെ ഒരു കുതിച്ചുപാച്ചിലായിരുന്നു. മലവെള്ളപ്പാച്ചിൽ പോലെ മക്ക സൈന്യം തങ്ങളുടെ പ്രിയപ്പെട്ടവരെ കൊന്നതിൻ്റെ പ്രതികാരവാജ്ഞയുമായി മുസ്ലിം സേനയ്ക്ക് നേരെ ചീറിയെടുത്തു, ഓടിയെടുത്തു. പിന്നെ വലിയ യുദ്ധമാണ് നടന്നത്. യുദ്ധത്തിൻ്റെ രംഗങ്ങൾ ഓരോന്നും പരിശോധിക്കുക നമ്മുടെ ഉദ്ദേശമല്ല, ലക്ഷ്യമല്ല. മറിച്ച് വലിയ ആവേശത്തോടു കൂടെയാണ് ഇസ്ലാമിക സൈന്യം മുന്നോട്ട് പോയിരുന്നത്. ഈ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല തൻ്റെ സൈന്യത്തെ വിജയിപ്പിക്കാൻ തൻ്റെ ആയുധധാരികളായ മലക്കുകളെ രംഗത്തിറക്കി. ബദർ യുദ്ധത്തിലെ എല്ലാ ആയുധപ്രയോഗങ്ങളും മുസ്ലിമീങ്ങളിൽ ആരെങ്കിലും നടത്തിയതായിരുന്നു എന്ന് ചരിത്രം പറയുന്നില്ല, അവകാശപ്പെടുന്നില്ല. മറിച്ച് അവർക്ക് വേണ്ടി അള്ളാഹുവിൻ്റെ മലക്കുകൾ ചെയ്തതായിരുന്നു. ഒരു രംഗത്ത് 3000 മലക്കുകളെയും നയിച്ചുകൊണ്ട് ജിബ്രീൽ അലൈഹിസ്സലാം മുന്നോട്ട് വരുമ്പോൾ മഹാനായ റസൂലുള്ളാഹി പറഞ്ഞു, ഹാദാ ജിബ്രീൽ, ഇതാ ജിബ്രീൽ വന്നിരിക്കുന്നു, തൻ്റെ കുതിരയുടെ കടിഞ്ഞാണും പിടിച്ചുകൊണ്ട് മലക്കുകളെയും നയിച്ചുകൊണ്ട്. ഒരുപാട് രംഗങ്ങൾ പറയാനുണ്ട്. ആ രംഗങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹുവിൻ്റെ അനുഭവം. അത് പറയാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.